ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ നമ്മുടെ ലിറ്റിൽ നെയ്യൂസിൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോയ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ഐറ്റംസ് എല്ലാം ഇങ്ങനെ നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. കാരണം അതൊരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ എടുക്കാം എന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പെൻഡിങ്ങിൽ അത് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിറ്റിൽ നെയ്യൂസിന് ഞാൻ പറഞ്ഞിരുന്നല്ലോ 2 ജോഡി ഡ്രസ്സാണ് എടുത്തത്. 2 കടയിൽ നിന്നാണ് എടുത്തത് കേട്ടോ. ഒരു കടയിൽ നിന്ന് എടുക്കാൻ തന്നെയായിരുന്നു പോയത്. പക്ഷേ നമ്മൾ സ്റ്റൈൽ യൂണിയൻ കയറിയിട്ട് അവിടെ നിന്നൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ഒരു ജീൻസിൻ്റെ ടൈപ്പ് ഒരു ഡ്രസ്സ് വേണമെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സജഷനാണ് കേട്ടോ. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ സജഷൻ നോക്കിയിട്ട് അവിടെ നിന്ന് ആ ജീൻസിൻ്റെ ഒരു കളക്ഷൻ നോക്കിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു രീതിയിലുള്ളത് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ സ്വയംവരയിലേക്ക് പോയത്. അപ്പോൾ ആദ്യം സ്റ്റൈൽ യൂണിയനും പിന്നെ സ്വയംവര ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ, അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളത് കാണട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇത് സ്വയംവരൈസസിൻ്റെ കവറാണ് കേട്ടോ. ഒരു പേപ്പർ ബാഗ് അല്ലാത്തതുകൊണ്ട് കീറിയില്ല. പക്ഷേ സ്റ്റൈൽ യൂണിയനിൽ തന്നതേ പേപ്പർ ബാഗായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മുടെ ലിറ്റിൽ നെയ്യൂസിൻ്റെ കൈ കൊണ്ട് അത് കീറിപ്പോയി. അവൾ ഇങ്ങനെ ഒരു വലി വലിച്ചതും അങ്ങ് കീറിപ്പോയി. കുട്ടികളെല്ലാം ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വലിയ കവറിലാക്കി ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പം അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിങ്ങനെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ ലിറ്റിൽ നെയ്യൂസിൽ നമ്മൾ ഡ്രസ്സ് മോഡലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫ്രോക്കാണ്. പക്ഷേ ഇത്തവണ മാറ്റി പിടിക്കാതെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ സ്റ്റൈൽ യൂണിയനിൽ നിന്ന് പർച്ചേസ് ചെയ്തത് ആണ് ഞാൻ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നോക്കി, ഫസ്റ്റ് വൺ ടീഷർട്ടാണ് കേട്ടോ. ടീഷർട്ടിൽ ഇത് ടീഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഫ്രണ്ടിലധികം വർക്ക് ഒന്നും വരാത്തൊരു സിമ്പിൾ ടീഷർട്ട്. പക്ഷെ കൊള്ളാം കേട്ടോ. കണ്ട ആകെപ്പാടെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സിൽവർ കളറിലൊരു ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് മാത്രമാണ് ഇതിനകത്ത് വരുന്നത് ആകെപ്പാടെ. അപ്പോൾ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ. പിന്നെ അതിന് പെയർ ചെയ്യാനായിട്ട് ഈ ഒരു ഷോർട്ട്സാണ് കേട്ടോ. കണ്ടില്ല, ഡിഫറെൻറ്റ് പിന്നെ സ്ട്രെച്ചബിളാണ് കേട്ടോ. നമ്മൾ ലിറ്റിൽ നെയ്യൂസിന് ഭയങ്കര ഇറങ്ങിക്കിടക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്ക്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് ഞാനിങ്ങനെ ആദ്യം എന്തെടുത്താലും ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇങ്ങനെ സ്ട്രെച്ചബിളാണെന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. അത് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുട്ടിക്ക് ഇറുകി പിടിക്കുന്നത് എനിക്കും കംഫർട്ടല്ല, ഇടുന്ന മോക്കും അത് കംഫർട്ടല്ല കേട്ടോ. അപ്പോൾ ഇത് തന്നെ സ്റ്റൈൽ യൂണിയനിൻ്റെ ആ ഒരു ബാഡ്ജ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അവിടെ നിന്ന് ഇത് രണ്ടുമാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിങ്ങോട്ടിരിക്കട്ടെ. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ സ്വയംവര സിൽസിലാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ജീൻസ് ടൈപ്പുള്ള സാധനം എടുക്കുന്നത്, പർച്ചേസ് ചെയ്തത്. അപ്പോൾ അത് കണ്ടു ഡിഫറെൻറ്റ് മോഡൽ കണ്ട, ഒരു ഷർട്ട് ബേസ്, പിന്നെ ഒരു പാൻറ് കണ്ട. ഈ പാൻറ്റും ഇങ്ങനെ ഇറങ്ങുവാണെന്ന് ആദ്യം കണ്ടപ്പോൾ അവിടെ നിന്ന് എടുത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. പക്ഷേ കണ്ടില്ലേ സ്ട്രെച്ചബിളാണ് കേട്ടോ. അധികം വർക്കൊന്നുമില്ല. 2 സൈഡിൽ പോക്കറ്റ് ഉണ്ട്. പിന്നെ ഒരു ജാക്കറ്റിന് ഒരു വള്ളിയുണ്ട് കേട്ടോ. കണ്ടോ, ഇതാ പോക്കറ്റ് എന്ന് പറയുന്നതാ. ഇവിടെയും 2 ഇങ്ങനെ പോക്കറ്റ് ഉണ്ട്. പിന്നെ താഴെ കണ്ട് ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഇത് നമ്മളെ ഹസ്ബൻഡിൻ്റെ സജഷനാണ് കേട്ടോ. ജീൻസ് ടൈപ്പ് ഒരെണ്ണം വാങ്ങണമെന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇത് ഷർട്ട് ബേസാണ്. ആ ഷർട്ട്സിൻ്റെ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ പൊങ്ങല കണക്ക് ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നോർമൽ ഷർട്ട് ഇങ്ങനെ കയറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമ്മുടെ മോൾക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ഇരിക്കട്ടെ വിചാരിച്ചു. ഇത് നമ്മൾ സാധാ ഷർട്ട് ഇങ്ങനെ വാങ്ങുന്ന പോലെ ഷർട്ട് ഇത് 2 കൈ കൂടെ കയറ്റുക, പിന്നെ ആ ബട്ടൺസിലേക്ക് ഇടുക. ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഇതാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരേ കണക്കിങ്ങനെ എടുക്കുന്നത് ഒന്ന് മാറ്റി പിടിക്കണ്ടേ. കുഞ്ഞുങ്ങൾക്കും വിരസതയാണ്, കാണുന്ന നമ്മൾ പേരൻസിനും വിരസതയാണ്. അതുകൊണ്ട് ഈ ഒരു 2 ജോഡി ഡ്രസ്സാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ നേരത്തെ കൂട്ടി വാങ്ങിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ആ സമയം കിടന്നിട്ട് ഡ്രസ്സിൻ്റെ പിറകെ കിടന്ന് പോകണം. പിന്നെ വയ്യ. പിന്നെ ഇന്നലെ എനിക്ക് ജോലിയിൽ നിന്ന് ഓഫും കൂടെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പോവാം എന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ പിന്നെ എൻ്റെ ലിറ്റിൽ നെയ്യൂസിൻ്റെ വക അവിടെ നിന്ന് എടുത്തൊരു സമ്മാനമാണ് കേട്ടോ. മമ്മിക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്തൊരു സമ്മാനമാണ് കേട്ടോ. കാരണം മമ്മിക്കായിട്ടല്ല അവൾക്കായിട്ടാണ് എടുത്തത്. പക്ഷെ അവളിങ്ങനെ എടുത്തിട്ട് സ്വയമേ കയ്യിലിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അവൾക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്ത് വിചാരിച്ച് ഉടനെ പ്ലേറ്റ് മാറ്റിയിട്ട് അത് മമ്മിക്കാണെന്നും പറഞ്ഞ് ഇങ്ങനെ വെള്ളമിട്ട് നിന്നു.
കണ്ടില്ലേ എൻ്റെ മോളുടെ പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ മോൾ സെലക്ട് ചെയ്താൽ പിന്നെ എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ പർച്ചേസ് ചെയ്ത്. കണ്ട ഒറ്റ സ്റ്റോണാണ് കേട്ടോ, ലൈറ്റ് പിങ്ക് കളറാണ്. പക്ഷേ എനിക്ക് നല്ലൊരു ക്യൂട്ട് ഇത് ഫീൽ ചെയ്തു, അപ്പം എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ പർച്ചേസിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിറ്റിൽ നെയ്ബേഴ്സിൻ്റെ ബർത്ത്ഡേ ഈ മാസം 20-ാം തീയതിയാണ് കേട്ടോ. അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള തിരക്കുകളാണ് ഇങ്ങനെയൊക്കെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അത് ഇങ്ങനെ ജോലിയിൽ നിന്ന് അധികം ലീവ് എടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് അതും ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സമയം കണ്ടെത്തി കുറേശ്ശെയായിട്ട് ഒപ്പിച്ച് ആ ഡേ ഒരു കളർഫുൾ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട കെട്ടിയവൻ്റെ ആഗ്രഹം. കെട്ടിയവൻ വന്നിട്ടില്ല, കെട്ടിയവൻ വരുമോ ലീവ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ പുള്ളി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ലിറ്റിൽ നെയ്ബേഴ്സിനും ഡാഡിയെ കാണുമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഡേ പോട്ടെ, അപ്പോൾ ലിറ്റിൽ നെയ്ബേഴ്സിന് ഫുഡ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.